here in my house. You can try. Okay, my name is Sophie. Here I am. This is my house, anywhere else. And this convention is creating active stories and how upstairs are yet. So upstairs to come upstairs. Okay. Any other person, okay? Today, not working. Pension കിട്ടിയില്ല എന്നിട്ട് കുട്ടിക്കാനായിട്ടുണ്ട് രാവിലെ കല്ല് പറഞ്ഞില്ലേ കല്ല് വേണമല്ലോ മറ്റുള്ളവരുടെ എന്താ പേര് ഏതൊക്കെ വാഹനങ്ങളെ കൊണ്ട് നമ്മള് നമ്മുടെ ബാങ്കിലേക്ക് ഫോൺ വഴിയാണ് വിളിച്ചത് അപ്പൊ ഈസിയാണല്ലോ എല്ലാ ആളുകളോട് ഇത്ര ഇത് അവർ നമ്മളോട് കണക്റ്റഡ് ആണെന്നൊക്കെ വ്യക്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവർ കാണിച്ചത് ഇപ്പോൾ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെപ്പോഴും സ്ക്രീനിൽ അറിയില്ല അനുസരിച്ചുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സ്ക്രീനുകൾ എന്നാലും ഈ ഇതുമായി പട്ടട പോകുന്നത് 88 വയസ്സായി പട്ടട ഇതൊക്കെ നമ്മള് ദൈവം നേരത്തെ തന്നെ പറഞ്ഞ് ഇതാക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചത് പട്ടട പോകും പട്ടടയിൽ വെക്കുന്നവരെ ഇവരുടെ ബ്രെയിൻ ഇങ്ങനെ തന്നെയായിരിക്കും സ്ക്രീനിന്റെ ബ്രെയിൻ സ്ക്രീനിലേക്ക് തന്നെ പോകുന്നുള്ള ബ്രെയിൻ ആയിരിക്കും ഇപ്പോഴും സിനിമ അങ്ങനെ ഒക്കെയാന്ന് പറയുന്നത് അവര് ഭയങ്കര സ്ക്രീനിലാണ് പഠിപ്പിക്കാൻ പറ്റില്ല എൻ്റെ അമ്മയൊക്കെ കുറേ മലയാളത്തിലേക്ക് എൻ്റെ അമ്മയെ കുറിച്ചിങ്ങനെ എൻ്റെ അമ്മയുടെ മുഖത്തിനെ കുറിച്ചൊക്കെയാണ് വലിയ വിഷയം പോലെ ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ മുങ്ങിയതാണ് ഇവിടെ മുങ്ങിയതാണ് എൻ്റെ മുഖമാണ് ഒന്നാമതാണ് ഒറ്റ മാത്രമില്ല അപ്പം പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര എന്താണ് ഭയങ്കര സ്നേഹമാണ് അവർക്ക് എല്ലാവരും തിരിച്ചറിയാനുള്ള ഇത് മാത്രമില്ല എന്നാലും എല്ലാവരും കുറെ കുത്തി വിട്ടത് ഭയങ്കര കുത്തിയായിരുന്നു നമുക്ക് മനസ്സിലാക്കണം കുറേയൊക്കെ നേച്ചർ കൊണ്ടിട്ട് നേച്ചർ കൊണ്ട് മനസ്സിലാക്കണം ഓരോരുത്തരെ ഇന്ന് കുത്തി പിടിക്കുന്ന കാര്യത്തിലൊന്നും വലിയ എന്താ പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ലാഞ്ചനം ഒന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരുടെ കാര്യങ്ങളൊക്കെ അതാണ് ഒരു സക്സസ്ഫുൾ പേഴ്സണെ കൊണ്ട് പറ്റുന്നത് ഇവരെ ഒന്നും അടുപ്പിക്കുകയും ചെയ്യരുത് അതാണ് ജലജ എന്നാണ് പേര് ജലജ കുറെ എണ്ണം ഉണ്ട് അവിടെ ഇതാണ് ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഇങ്ങനെ തീരുമാനമോ ഇപ്പം പുള്ളിക്ക് പിന്നെ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറ്റി കണ്ണിന്റെ ഇതിനൊക്കെ വളരെ കുറഞ്ഞു ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഭയങ്കര രോഗമാണ് ഭയങ്കര രോഗമാണ് ക്ലിനിക്കടി എന്ന് പറഞ്ഞാൽ ഇതിനാണ് പറയുന്നത് ലേസർ ഫോണിൽ ആപ്പ് ഉണ്ട് അതുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എന്തോ ബ്ലൂപ്രിന്റോ എന്തൊക്കെയോ കാണുകയും അതാണ് നമ്മുടെ ബോഡിയിലെ ഓരോ എന്താ പറയുന്നത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കിഡ്നി എല്ലാ ടിക്നോസ് ഒപ്റ്റിക്നോസ് ഇതിനെല്ലാം അഫക്ട് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇതെന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതിൽ കൂടെയാണ് ഇവന്മാരെല്ലാം ചെയ്യുന്നത് ഇതിനൊക്കെ ഭയങ്കര ക്രിമിനൽ അറിയത്തില്ല ഇപ്പോഴത്തെ ടെക്നോളജി ലൈഫ് എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട് ഇവന്മാർ ഇതെല്ലാം നടക്കുകയാണ് ക്രിമിനൽ ഇനിയിപ്പോ നിങ്ങൾ നോക്കി കേരളം ഏറ്റവും ഇതാണ് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം വരും നിങ്ങൾ ഇതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യണം ഈ ഈ കള്ളർക്കെതിരെ ഈ മെഡിക്കൽ മാഫിയക്കെതിരെ എല്ലാവരെയും ഹോസ്പിറ്റലിൽ വിട്ട് നമ്മളെ പൈസ ഉണ്ടാക്കുന്ന ഇതാണ് ഇപ്പം കണ്ടിട്ടില്ലേ ഇങ്ങനെ മുഴുവൻ ഇതിലും എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇതെല്ലാം ചുമ്മാതെ ഇതൊക്കെ ലേറ്റ് വെച്ച് അടിച്ച് പോയിട്ട് മുടിയൊക്കെ കളഞ്ഞ് അത് വെള്ളത്തിനകത്ത് വെള്ളം കറക്റ്റ് ആയിട്ടില്ല നിങ്ങളുടെ വെള്ളത്തിനകത്ത് ആസിഡ് അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പം കണ്ടില്ലേ ഓരോരുത്തർ അമോണിയം നൈട്രേറ്റ് മറ്റേത് കൊണ്ടൊക്കെ നടക്കുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പാസ് ചെയ്യുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇതൊക്കെ ഇവന്മാരുടെ ജോലിയാണ് ഇവന്മാരൊക്കെ എന്തൊക്കെയോ ടെക്നോളജി ഉണ്ട് ഈ ഫോണിൽ ഇതിനുള്ള
പല രീതിയിലുള്ള കളക്ഷനാണ് ഇത്. ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ല, വേറെ പല നമ്മുടെ എൻവയോൺമെന്റ് ഇത് മാറ്റാന് AQI വളരെ മോശമാണ്, നമ്മളുടെ ഉള്ളിലേക്ക് അടിക്കുക, നമ്മളെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ പേരാണ് 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത തേർഡ് റേറ്റ്സ് ആണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്. പക്ഷെ നമ്മൾ ടാഗ് മതിയിലൊക്കെ ഇൻസ്റ്റാട്ടൊക്കെ ചെയ്തത് ദിവസം പോവും, ഈ നമ്മളുടെ കൂട്ടാണ് ജോലി, ഭയങ്കര കള്ളത്തരമാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഫ്രീലാൻസിംഗിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തിരക്കി തിരിച്ചറിയാൻ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഏതിലാണ് നിങ്ങൾ എഴുതാൻ ഒരു ടൂളില്ല. പണ്ട്